പക്ഷേ മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്ത് ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ അകത്ത് പോയിട്ട് ഇപ്പൊ 2 ദിവസം കഴിഞ്ഞു. അദ്ദേഹം അന്ന് അറസ്റ്റിലാവുന്നതിന്റെ ദിവസം രാവിലെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഞാൻ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാം. അത്തരത്തിലൊരു ഉൾവിളി ഉണ്ടായത് അതെ അദ്ദേഹത്തിന് ഉണ്ടായി. എന്തായാലും അകത്താണ്. പ്രശാന്തിനെ പിടിക്കുന്നതോടുകൂടി ഇത്രയും നാള് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്വർണ്ണക്കൊള്ളയുടെ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതായത് ഇപ്പോൾ SIT പറയുന്നത് 2025 ദ്വാരപാലക ശില്പങ്ങള് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് 2019 നടന്ന സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് SITയുടെ വാദം. പക്ഷെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ കരുതിക്കൂട്ടി അറസ്റ്റ് ചെയ്തതാണ്, ഞാൻ തിരിച്ചു വരും, നിരപരാധിത്വം തെളിയിച്ചെന്നൊക്കെയാണ് പ്രശാന്ത് ഇപ്പൊ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രശാന്ത് തിരിച്ചു വരുന്നത് പോയിട്ട് പ്രശാന്തിന് പിന്നാലെ അകത്തേക്ക് പോകാൻ നിൽക്കുന്നവരുടെ ഒരു വമ്പൻ ലിസ്റ്റ് തന്നെ ഇപ്പൊ നമുക്ക് കാണാം. ഇതിപ്പം എനിക്ക് തോന്നുന്നു ശബരിമല വിഷയമായി ബന്ധപ്പെട്ട് 3ാമത്തെ ആളാണ് ഇപ്പം അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ 2019 കേസ് തുടങ്ങിയതാണ്. അന്ന് പല നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തു. 2026 ഈ നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് ഇതേ പറഞ്ഞ പോലെ അവർക്കിതിൽ FIR കോടതിയിൽ സമർപ്പിക്കാത്തതിന്റെ പേരിൽ എല്ലാ നേതാക്കന്മാർക്കും ഏകദേശം 8ഓളം നേതാക്കന്മാർക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ ജാമ്യം കിട്ടി. കാരണം പോലീസുടെ FIR പോലീസിനോട് വെച്ച് പോലീസ് പറഞ്ഞത് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ആക്കാൻ വേണ്ടിയാണ് സമയമെടുത്തു, അതുകൊണ്ടാണ് ഇത്ര വൈകിയതെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവിടെ ടെമ്പററി അല്ലെങ്കിൽ താൽക്കാലിക FIR കൊടുക്കാറുണ്ട്. ഇൻഡെപ്ത് ആയിട്ടുള്ള സാധനം രണ്ടാമത് കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു ഫസ്റ്റ് FIR എന്തായാലും കൊടുക്കണം. അതുപോലും പിന്നെ പോലീസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാഗമായിട്ട് പല നേതാക്കന്മാരും വിട്ടയച്ചു. ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കുള്ള കേസുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അതുപോലെ തന്നെ പോലത്തെ പല നേതാക്കന്മാർ 2 നേതാക്കന്മാരെ ഓൾറെഡി അറസ്റ്റ് ചെയ്തായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ നേതാവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് പിന്നെ ബുദ്ധന്റെ ബോധോദയം വന്ന പോലെ അദ്ദേഹത്തിന് പ്രത്യേക ഒരു ബോധോദയം രാവിലെ വന്നു. അത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് തന്നെ അറസ്റ്റ് ചെയ്യാൻ ആരൊക്കെയോ വരുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരു പക്ഷെ പോലീസ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴാണ് വരുന്നുണ്ട്, റെഡി ആയി ഒരുമിച്ചാണ് പോവാം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ടാവും. വാർത്തയൊക്കെ വരുമല്ലോ. അപ്പം അദ്ദേഹം അണിഞ്ഞൊരുങ്ങി നിന്നിട്ടുണ്ടാവും അവിടെ, പോലീസൊക്കെ വരുന്നില്ല. അപ്പൊ മുൻകൂർ ഞാൻ പോവുകയാണെന്നുള്ള സാധനം FBയിലും ഈ പറഞ്ഞ പോലെ ഒരു എന്താ ട്വീറ്റ് ചെയ്ത് അദ്ദേഹം ഇട്ടു. അപ്പം അദ്ദേഹത്തിന് എല്ലാവരും അറിയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പോയത്. ആരും അറിയിക്കാണ്ട് ഒറ്റയ്ക്ക് പോയിട്ടുള്ള ഒരു കുരുത്തക്കേടൊന്നും അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഈ പറഞ്ഞ പോലെ ഇതൊരു എന്താ പറയുക സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയ പ്രേരിതമാണ്, താനല്ല ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് CPMന്റെ നിലപാടാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ, അതേപോലെ തന്നെ VN വാസവൻ, വാസു, ഇവർക്കൊക്കെ പത്മകുമാറിന് ഇവർക്കൊക്കെ പല രീതിയിലുള്ള സപ്പോർട്ട് CPM കൊടുത്തായിരുന്നു. പക്ഷെ പ്രശാന്തിന്റെ കാര്യത്തിലോട്ട് വരുമ്പം അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം അവർ പറയുന്നത് മുമ്പ് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, പിന്നീട് ഈ പറഞ്ഞ പോലെ CPMലോട്ട് വന്ന ഒരാളാണെന്നുള്ളൊരു എന്താ പറയുക 2ാം കിട പൗരൻ എന്നുള്ളൊരു കാഴ്ച അവിടെ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ. അപ്പൊ അവർക്ക് കൊടുത്ത ആ ഒരു എന്താ പറയുക പ്രൊട്ടക്ഷൻ കവറൊന്നും ഇവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശാന്തിന്റെ കാര്യത്തോട്ട് വരുമ്പോൾ. പിന്നെ നേതാക്കന്മാരുടെ പ്രതികരണം കൂടി നോക്കണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് EP ജയരാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ പല നേതാക്കന്മാരും VN വാസവനടക്കം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എന്താ പറയാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ പോട്ടെ, ഞങ്ങൾ ആ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ മുമ്പ് ഈ പറഞ്ഞ പോലെ 2ഓളം വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രതികരിച്ച അതേ പാർട്ടി തന്നെ പിന്നീട് ഈ പറഞ്ഞ പോലെ മലക്കം പറയുന്നു. പിണറായി വിജയനും മറ്റു നേതാക്കന്മാരെ മൗനം പാലിക്കുന്നു. ഇപ്പൊ പറയുന്ന നേതാക്കന്മാരെ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റീസൺ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ മൗനം പാലിക്കുന്നത്, ഇപ്പൊ ഒരാൾ ഒരു തെറ്റ് ചെയ്യാണ്, വെറുതെ ഒരു ദേവസ്വം പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരാൾക്ക് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. മുകളിലുള്ളവര് കൂട്ട് നിൽക്കാണ്ട് ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അപ്പൊ ഈ ദേവസ്വം പ്രസിഡന്റുമാർ ഇതിൽ പ്രതിയാണെങ്കിൽ ഉറപ്പായിട്ടും ആ സമയത്ത് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന ആൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട് അവർക്ക്. മുകളിൽ നിന്ന് ഒരാൾ സഹായം ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ മൗന അനുവാദമെങ്കിലും ഇല്ലാണ്ട് ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ ഇവിടുന്ന് ചെന്നൈയിൽ എത്തിക്കാനും അവിടെ നിന്ന് ഇത്തരത്തിൽ തിരിമറി നടത്താനൊന്നും ഒരിക്കലും പറ്റില്ല. അപ്പൊ ഇവരെ ഈ ചെറിയ മീനുകളെ മാത്രമാണ് ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശാന്ത് ഉൾപ്പെടെയാണുള്ളതാണെങ്കിലും പ്രശാന്ത് ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ആദ്യം വന്ന 2 പേരും മൗനം പാലിച്ചതുപോലെ പ്രശാന്ത് ഒരുപക്ഷെ മൗനം പാലിച്ച് നിന്നേക്കില്ല. പേരുകൾ വെളിപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പൊ VN വാസവൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ പോയിട്ട് ആഭ്യന്തരമന്ത്രിയെ വെളുപ്പാങ്കാലത്ത് പോയിട്ട് സൗഹൃദ കൂടിക്കാഴ്ചയൊക്കെ നടത്തിയായിരുന്നു. അത് എന്തിന്റെ ബേസിസിലാണെന്ന് കുറെ പേര് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇത്തരം കേസുകളിലേക്കൊക്കെ വരുമ്പോൾ ആഭ്യന്തരമന്ത്രിയെ ഒന്ന് കണ്ട് രാവിലെ ചായ കുടിക്കുന്നത് നല്ലതാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. പ്രശാന്ത് അറസ്റ്റിലാകാൻ പോകുന്നു, അതിനൊക്കെ മുന്നോടിയായിട്ടാണ് കടകംപള്ളി രാവിലെ വീട്ടിൽ ചെന്നത്. അപ്പൊ ഒരുപാട് പേര് അത്തരത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ അടുത്തേക്ക് ഇപ്പോ കൂടിക്കാഴ്ചകൾക്ക് കേട്ട് ചെല്ലുന്നുണ്ട്. ഒന്ന് കാലിൽ വീണ് സാഷ്ടാംഗം
പ്രണമിക്കാനാണോ അത് കേസുകൾ ഒതുക്കാനുള്ള കാര്യങ്ങളാണോ? എന്തായാലും ഇതിന് പിന്നാലെയാണ് പ്രശാന്ത് അറസ്റ്റിലായിട്ടുള്ളത്. അപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ, വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിൽക്കുമ്പോഴും പിണറായി വിജയൻ ഉൾപ്പെടെ ഇതിലേക്ക് പ്രതിപട്ടികയിലേക്ക് വരും എന്നുള്ള രീതിയിൽ വരുമ്പോഴും ഇപ്പം മെയിൻ ആയിട്ട് ഇവിടെ ഒളിച്ചു നിൽക്കുന്ന ഒരു സംഭവം 2019 ഈ സംഭവം ഉണ്ടാകുന്നത്. 2025 2019 സ്വർണം പൂശുന്ന സംഭവം 2025 ചെന്നൈയിലേക്ക് കൊണ്ടുപോയി, ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ കൊണ്ടുപോയി എന്നുള്ളതാണ് SITയുടെ ഒരു കേസ് വരുന്നത്, കോടതിയിൽ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് വരുന്നത്. പക്ഷെ അങ്ങനെ അത്തരത്തിൽ കൊണ്ടുപോയ കൂട്ടത്തിൽ പല സ്ഥലങ്ങളിലും പൂജിക്കാനായിട്ട് ഈ കട്ടളപ്പടികളും കാര്യങ്ങളും കൊണ്ടുപോയല്ലോ. അതിൽ മുതിർന്ന നേതാക്കന്മാർ മാത്രമല്ല, നമ്മുടെ നല്ലൊരു നടൻ കൂടിയായ നമ്മുടെ ജയറാമിന്റെ വീട്ടിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജയറാമിനെ ഈ കാര്യത്തില് വിളിച്ച് ചോദ്യം ചെയ്യൽ കഴിഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ ആനക്കൊമ്പിലും മോഹൻലാലിന് കിട്ടിയ ഒരു ഇതൊരു സംഭവം ഉണ്ടല്ലോ, മഹാനടനാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് വെള്ളം തൊടാണ്ട് വിഴുങ്ങുക എന്നുള്ളതും. പക്ഷെ മോഹൻലാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. പക്ഷെ ജയറാമിന്റെ വിഷയത്തില് അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു. കൊണ്ടുചെന്നു വീട്ടിൽ വെച്ച് പൂജിച്ചു. ഒരുപാട് നടന്മാരും തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് വലിയ ആൾക്കാരും ഒക്കെ പങ്കെടുത്ത ഒരു പൂജയായിരുന്നു അത്. അപ്പോൾ ഭഗവാന്റെ സ്വർണ്ണപ്പാളികൾ അവിടെ കൊണ്ടുവന്ന് ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജ നടത്തി എന്നുള്ളതാണ് കേസ് വരുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ജയറാമിന് ഇതിന്റെ വെറുതെ പറഞ്ഞൊരു മൊഴിയെടുത്ത് വിടുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോവുകയാണെങ്കിൽ ജയറാമിന് ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായിട്ടുള്ള അവസ്ഥകളിലേക്കും കാര്യങ്ങൾ പോയേക്കാം ഒരു പക്ഷെ. അല്ലാതെ ഇത് ചെറിയൊരു കാര്യമല്ലല്ലോ. ഒന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നു, കൊണ്ടുവന്നു അങ്ങ് ശബരിമലയിലിരിക്കുന്ന സ്വർണ്ണപ്പാളിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു, ഞാൻ വീട്ടിൽ വെച്ച് പൂജിച്ചു, തിരിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ സ്വർണം ചോർന്നതുമായിട്ട് സംബന്ധിച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും ആ സാധനങ്ങൾ എവിടെയൊക്കെ ചെന്നിട്ടുണ്ട് അതും കൂടെ അന്വേഷണത്തിൽ വരും. അപ്പൊ ജയറാമിന് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീനിവാസൻ മരിച്ച സമയത്താണെന്ന് തോന്നുന്നു, ആ സമയത്ത് പോലും ജയറാം ചെന്നൈയിലായിരുന്നു. മക്കളാണ് വന്ന് ചടങ്ങിൽ പങ്കെടുത്തതൊക്കെ. അദ്ദേഹം വന്നില്ല, ഇത്രയും അടുത്ത ഒരു സുഹൃത്തായിരുന്നിട്ട് കൂടി. ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യൽ ഭയന്നിട്ടായിരിക്കും അദ്ദേഹം കേരളത്തിലേക്ക് വരാതിരുന്നത് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം എവിടെ പോയി വിളിച്ചിട്ടും കാര്യമില്ല. ഉറപ്പായിട്ടും ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ ഒരു സാധനത്തിന്റെ ഇത്രയും അഴിമതി നടന്നു എന്ന് പറയുമ്പോൾ അത് എവിടെയൊക്കെ കൊണ്ടു ചെന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടും അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം. എവിടെ കൊണ്ടുപോയി, ആരൊക്കെ ഈ പൂജക്ക് പങ്കെടുത്തു, ഏതൊക്കെ നേതാക്കന്മാരുടെ വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പം ഈ പറഞ്ഞ പോലെ ഫിലിം ആക്ടറിന് അപ്പുറത്ത് ഒരുപാട് എന്താ പറയാ വ്യവസായികളുടെ വീട്ടിലും കൊണ്ടുപോയി എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വന്നായിരുന്നു. പല വ്യവസായികളും ചെന്നൈയിലടക്കമുള്ള പല വ്യവസായികളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർക്ക് പൂജിക്കാനുള്ള ഒരു അവസരം കൊടുത്തു എന്നുള്ളതൊക്കെ വാർത്തകൾ വന്നത്. എന്തായാലും ഭഗവാൻ അങ്ങ് ചെന്നൈ വരെ ചെന്നില്ലേ, ഇവരെയൊക്കെ വീട്ടിൽ ചെന്ന് കാണാമെന്നുള്ളൊരു സെൻസിലേക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പാകത്തിന് ജയറാമൊക്കെ ഇത്രയും മണ്ടന്മാരാണോ എന്നുള്ളതാണ് സംശയം. അവിടെ അങ്ങിരിക്കുന്ന അയ്യപ്പ സ്വാമി വീട്ടിൽ വന്ന് കാണുന്നു എന്നുള്ളൊരു രീതിയിലൊക്കെ ഇതൊക്കെ വിശ്വസിച്ച് അവിടെ വന്ന് പൂജ നടത്തുന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ ദൈവത്തിനെ കാണാൻ അങ്ങോട്ട് പോകണം. എന്തായാലും ചെന്നൈ വരെ ഭഗവാൻ വന്നു, അപ്പം തന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോയി എന്നുള്ള ആ ഒരു സെൻസ് അല്ലേ ശരിക്കും ഇത് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ഈ പറഞ്ഞ പോലെ ഒന്ന് നടന്മാരെ ടച്ച് ചെയ്ത് കഴിഞ്ഞു, വ്യവസായികളെ ടച്ച് ചെയ്ത് കഴിഞ്ഞു, പ്രമുഖ നേതാക്കന്മാരെ ടച്ച് ചെയ്തു, ചെന്നൈ മുഖാന്തരമൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് എന്തായാലും കേരളത്തിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രശാന്തിന്റെ അറസ്റ്റോട് കൂടി CPM എന്തായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള കാര്യങ്ങളോട് ഇനി പോകില്ല. കാരണം ഒന്നാമത് പാർട്ടി നിയോഗങ്ങളിലടക്കം പാർട്ടി സെക്രട്ടേറിയറ്റ് എന്തുകൊണ്ട് തോൽവിയുടെ അവലോകനങ്ങളൊക്കെ പറഞ്ഞത് ശബരിമല വിഷയത്തിൽ എടുത്ത നിലപാടും മുൻ തന്ത്രിമാർക്കും ദേവസ്വം നേതാക്കന്മാർക്കും എല്ലാം എടുത്ത നിലപാട്, അവർക്ക് കൊടുത്ത പ്രൊട്ടക്ഷൻ എല്ലാം പാർട്ടിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയായി എന്നുള്ളതും വിശ്വാസികളുടെ വോട്ട് CPM നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം അതാണെന്നൊക്കെ CPMന്റെ അവലോകനം CPM മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രശാന്തിന്റെ വിഷയത്തിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് പണ്ട് കോൺഗ്രസിൽ നിന്ന് പോയ ഒരാൾ എന്നുള്ള രീതിയിൽ രണ്ടാം കിടക്കാരനായി കാണുന്നുണ്ട്. അതുകൊണ്ട് CPMന്റെ നേതാക്കന്മാർ കൂടെ അത്ര പ്രൊട്ടക്ഷൻ എന്തായാലും കൊടുക്കില്ല. മറ്റൊരു കാരണം ഈ പറഞ്ഞ പോലെ പാർട്ടി തോൽക്കാനുള്ള പ്രധാന കാരണം അന്നീ കൊടുത്ത സപ്പോർട്ടായിരുന്നുള്ളത് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ പിണറായി വിജയൻ ഇനി സപ്പോർട്ട് ചെയ്യാൻ പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുമോ എന്നുള്ള തരത്തിൽ വലിയ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ലാൻഡ് ശക്തമായി വരുന്നു. അപ്പോൾ പ്രശാന്തിന്റെ കാര്യത്തിൽ ഇനി വലിയ തരത്തിലുള്ള സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ, യാതൊരുവിധ സപ്പോർട്ടും പാർട്ടിക്കുള്ളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും പ്രശാന്ത് എന്തായാലും വിളിച്ചു പറയും, ആരൊക്കെ ഇതിലുണ്ടായിരുന്നു എന്നുള്ളതും. താൻ മാത്രമല്ല, പെടുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പെടട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ഇനി അദ്ദേഹം മുമ്പോട്ട് പോവുക. എന്തായാലും എനിക്ക് തോന്നുന്നു CPMന് കുറച്ച് കാലം കഴിയേണ്ട, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ CPMനെ വല്ലാതെ വേട്ടയാടാൻ പോകുന്ന ഒരു കേസ് തന്നെയായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു.